കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച കോട്ടയത്ത് നടന്ന ഷൈനിയുടെ രണ്ട് മക്കളുടെയും ആത്മഹത്യയെക്കുറിച്ച് ഇതാ ഒരു വൈദികന്റെ പ്രതികരണം. അധ്യാപകനായ ഫാദർ ബിനു മുളവങ്കൽ അച്ഛൻ എഴുതിയ വൈകാരികമായ ആ കുറിപ്പ് ഇങ്ങനെ: ഇത്രയേറെ മാനസിക സംഘർഷത്തോടെ ആദ്യമായാണ് ഒരു മൃതസംസ്കാര ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്തത്. കാരണം സോഷ്യൽ മീഡിയ മുഴുവനും ആ മരണത്തിന്റെ ഉത്തരവാദികളായി വൈദികരെയും കാരിത്താസ് ആശുപത്രിയും ഒക്കെ അവതരിപ്പിച്ചതിനാൽ അതിൽ പങ്കെടുത്താൽ ആളുകൾ എങ്ങനെ ലോഹയിട്ടവരെ നോക്കി കാണും എന്നുള്ള ചിന്ത ഒരു വശത്ത്. ഷൈനി എന്ന സഹോദരിയുടെ സ്വഭാവത്തെക്കുറിച്ചും അവളെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും കേട്ടപ്പോൾ അതിൽ പങ്കെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹം മറുവശത്തും. അവസാന തെറി കേട്ടാലും വേണ്ടില്ല, ലോഹയിട്ട് തന്നെ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഷൈനിയുടെയും മക്കളുടെയും മരണത്തെ ഒരു ഫോഴ്സ്ഡ് സൂയിസൈഡ് എന്ന് വിളിക്കുന്നതാണ് ഉചിതം. കാരണം ഒരമ്മ തനിക്ക് പ്രിയപ്പെട്ട തൻ്റെ മക്കളെയും കൂട്ടി ഈ കടുങ്കൈ ചെയ്യണമെങ്കിൽ ആ അമ്മ അത്രയേറെ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാവാം. ആ സഹോദരിയെ പറ്റി പറഞ്ഞു കേട്ടതനുസരിച്ച് അവൾ ഭർതൃഗൃഹം വിട്ട് സ്വഭവനത്തിലേക്ക് തിരികെ വരണമെങ്കിൽ ആ വീട്ടിൽ അവൾ അത്രമാത്രം ശാരീരിക മാനസിക പീഡനങ്ങൾ അനുഭവിച്ച് കാണണം. വിവാഹിതയായ സ്ത്രീ ഭർതൃഗൃഹം വിട്ട് സ്വഭവനത്തിൽ തിരികെ ചെന്നാൽ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന അസ്വസ്ഥതകളെ പറ്റി അവൾക്കറിയാമായിരുന്നിരിക്കും. എന്നാൽ അവൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ അന്യതാബോധം സ്വന്തം കുടുംബത്തിൽ നിന്നും അവൾക്ക് അനുഭവപ്പെട്ടിരിക്കും. ഒപ്പം പ്രായപൂർത്തിയാകാത്ത മകനെ തെറ്റിദ്ധരിപ്പിച്ച് തന്നിൽ നിന്നും അകറ്റിയതും ആ അമ്മയുടെ മാനസിക വേദനയുടെ തീവ്രത കൂട്ടിയിരിക്കും. തൻ്റെ ശരീരത്തോടൊപ്പം തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ ശരീരങ്ങളെ ഛിന്ന ഭിന്നമാക്കാൻ ആ അമ്മ നിന്നുകൊടുത്തതും മക്കൾ കുതറിപ്പോകാതെ അമ്മയോട് ചേർന്ന് നിന്നതും ഒരേ വികാരം കൊണ്ട് തന്നെയാവും. ഈ അമ്മ പോയാൽ ഈ മക്കൾ കടുത്ത അനാഥത്വത്തിലേക്ക് പോകുമെന്നുള്ള ചിന്ത. അതുകൊണ്ട് അമ്മയോടൊപ്പം അവർ കെട്ടിപ്പുണർന്നു. ട്രെയിനിന്റെ ചെവിയടുപ്പിക്കുന്ന ഹോണടികളുടെ ശബ്ദമൊന്നും അവരെ പിന്തിരിപ്പിച്ചില്ല. അവരുടെ ചിത്രം എത്ര ശ്രമിച്ചിട്ടും മനസ്സിൽ നിന്ന് മറയുന്നില്ല. അവരെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടവർ മനുഷ്യരാണെങ്കിൽ മനസ്സിൽ നിന്നും കുറ്റബോധം ഇല്ലാതാക്കാൻ സമയമെടുക്കും. ഇനി മരണത്തിൽ കാരിത്താസ് ആശുപത്രിയുടെയും വൈദികരുടെയും പങ്ക് എന്താണ് പ്രിയമുള്ളവരെ? പുതിയ സാഹചര്യത്തിൽ കുട്ടികളെ വളർത്താൻ ഒരു വരുമാനമുള്ള ജോലി ഇവർ വളരെയേറെ ആഗ്രഹിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന കൂട്ടുകാരിയെ വിളിച്ചതിന്റെ ശബ്ദം നമ്മളെല്ലാം കേട്ടു. കാരിത്താസ് ഉൾപ്പെടെ 12 ആശുപത്രികളെ സമീപിച്ചതായി കേൾക്കുന്നു. ആരും അവൾക്ക് ആഗ്രഹിച്ച ജോലി നൽകിയില്ല. സ്വാഭാവികമായി മരണത്തിന്റെ പശ്ചാത്തലത്തിൽ അവളുടെ സമുദായത്തിന്റെ ആശുപത്രി എന്ന നിലയിൽ കാരിത്താസിനെതിരെയും അച്ഛന്മാർക്കെതിരെയും ഒരുപാട് തെറിവിളികൾ ഉയർന്നു. പക്ഷേ മറ്റ് 11 ആശുപത്രികളിൽ ജോലി നിഷേധിച്ചെങ്കിൽ അതിനൊരു പൊതുവായ കാരണം ഉണ്ടാകുമല്ലോ. ആരുടെയെങ്കിലും വൈരാഗ്യത്തോടെയുള്ള ബാഹ്യ ഇടപെടലായിട്ട് അതിനെ കാണുവാൻ നമുക്ക് സാധിക്കുമോ? ജോലിയിൽ ഇത്രയും വർഷത്തെ ഇടവേള ഉണ്ടാക്കിയ തടസ്സമായിരിക്കും അത്. കാരിത്താസ് ആശുപത്രിയിൽ ഇതിനു മുമ്പും 6 or 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചില വൈദികരുടെ ശുപാർശയോടെ ചെന്നിട്ടും ഇതേ കാരണത്താൽ തന്നെ അവരെ പറഞ്ഞയച്ച കാര്യം കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇതുപോലെ വൈദ്യർക്കെതിരായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അത് രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആശുപത്രികൾ സ്വീകരിക്കുന്ന പൊതുനയത്തിന്റെ ഭാഗമായി കാണണമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഇടവേള ഉണ്ടാക്കിയവരായിരിക്കണം പ്രധാന പ്രതികൾ എന്നല്ലേ സാമാന്യ യുക്തിയിൽ നാം ചിന്തിക്കേണ്ടത്. അതുമല്ലെങ്കിൽ ഈ സഹോദരി ഒരു ആത്മഹത്യയുടെ വക്കിലാണെന്നുള്ള കാര്യം ബന്ധപ്പെട്ടവർ അറിഞ്ഞിരിക്കണം. അതിന് സാധ്യതയുമില്ല. ഈ സഹോദരിയും മക്കളും ജീവിതം മുന്നോട്ട് നയിക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ജ്ഞാനായ സമുദായത്തിൽ തന്നെ 100 കണക്കിന് ആളുകൾ അവരെ സഹായിക്കുവാൻ മുന്നോട്ട് വരുമായിരുന്നു എന്ന് ഉറപ്പല്ലേ. അതുകൊണ്ട് തന്നെ ഈ മരണത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകം ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് തോന്നുന്നില്ല. അതും ഒരു ഘടകമായിരിക്കാം. അതിനേക്കാൾ അവൾ അനുഭവിച്ച കടുത്ത മാനസിക പ്രതിസന്ധി തന്നെ ആവാനാണ് സാധ്യത. വിവാഹമോചനത്തിലുള്ള ഫെബ്രുവരി 17 ഹിയറിംഗിൽ ഭർത്താവ് എത്താത്തതിന്റെ നിരാശയും April 9 അടുത്ത ഹിയറിംഗിലേക്കുള്ള പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പും തന്റെ സുഹൃത്തുമായി സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പിലൂടെ പലരും കേട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ പൊടുന്നനെ ഒരു ദിവസം രാവിലെ ഇതുപോലെയുള്ള ഒരു മരണം തെരഞ്ഞെടുക്കണമെങ്കിൽ തലേന്ന് രാത്രി അവിടെ എന്തെങ്കിലും സംഭവിച്ചിരിക്കണമല്ലോ. തലേ ദിവസം ഭർത്താവുമായി സംസാരിച്ച കാര്യം പോലീസിന്റെ അന്വേഷണത്തിലും ഉണ്ടല്ലോ. സത്യങ്ങൾ പുറത്തു വരട്ടെ. ഇനി ഭർത്താവിന്റെ സഹോദര വൈദികന്റെ പങ്കിനെ പറ്റി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത് മുഴുവൻ ശരിയാവണമെന്നില്ലല്ലോ. അതിനുദാഹരണമായി കെയർ ഹോമിൽ ആ സഹോദരിയുടെ ജോലി നഷ്ടപ്പെട്ടത് ആ സ്ഥാപനത്തിന്റെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രവൃത്തിക്കെതിരെ ഈ സഹോദരിയുടെ പിതാവ് പ്രതികരിച്ചതിന്റെ ഫലമാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ അതിന്റെ കാരണക്കാരൻ ഈ വൈദികനാണെന്ന് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ കുടുംബ പ്രശ്നത്തിൽ കുടുംബത്തിലെ വൈദികന്റെ ഇടപെടലിനെ പറ്റിയുള്ള വാർത്തകൾ ശരിയാണെങ്കിൽ അദ്ദേഹം വൈദിക സമൂഹത്തിന് മുഴുവനും കളങ്കമാണ്. ഈ സഹോദരിയുടെയും മക്കളുടെ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ. കൂടാതെ ഈ അച്ഛൻ രൂപതയുടെ പ്രധാനപ്പെട്ട ഒരു തസ്തികയിലും പ്രധാനപ്പെട്ട പള്ളികളിലും ഇരുന്നിട്ടില്ല.
ഈ വിഷയത്തിൽ അച്ഛനെതിരെയുള്ള ആരോപണത്തിൽ രൂപത എന്തെങ്കിലും ന്യായീകരണം നടത്തുകയോ സംരക്ഷിക്കുകയോ ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇതിന്റെ പേരിൽ എല്ലാ വൈദികരെയും സഭയെയും ആക്ഷേപിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഷൈനി മക്കൾ ഉയർത്തെഴുന്നേറ്റ് വന്നാൽ അവർ എന്ത് പറയുമോ ആവോ. അച്ഛന്മാരോട് അമർഷം ഉണ്ടായിരുന്നെങ്കിൽ തലേ ദിവസം വരെ അവൾ കുട്ടികളെയും കൂട്ടി പള്ളിയിൽ പോകുമായിരുന്നു. ഏതായാലും ഇവരുടെ മരണത്തിന്റെ വേദനയുടെ മറവിൽ നിന്ന് സമൂഹത്തിൽ രൂപപ്പെട്ടിട്ടുള്ള സഭാ വൈദിക വിദ്വേഷം ആളിക്കത്തിച്ച് തങ്ങളുടെ ചാനലുകൾക്ക് റേറ്റിംഗ് കൂട്ടുവാൻ ഒരു കൂട്ടർക്ക് സാധിക്കുകയും ചെയ്തു. ഇന്ന് ചില വൈദികരുടെ ഇടയിലെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പണത്തോടും ആഡംബര ജീവിതത്തോടുമുള്ള ഭ്രമവും അനുസരണമില്ലായ്മയും പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും ആത്മീയതയുടെയും കുറവും ഒക്കെ തിരിച്ചറിയാൻ ഇതുപോലുള്ള സംഭവങ്ങൾ ഉപകരിക്കട്ടെ. അവസാനമായി അമ്മയ്ക്കും മക്കൾക്കും ഉണ്ടായ അനുഭവം ഇനിയൊരു അമ്മയ്ക്കും മക്കൾക്കും ഉണ്ടാവാതിരിക്കട്ടെ.